വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പീരിയഡ്സിന് മുൻപായിട്ട് മുഖക്കുരു ഉണ്ടാവുന്നുണ്ടോ? അത് പ്രഗ്നൻസിയുടേതാണോ പീരിയഡ്സിൻ്റെതാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള 6 വഴികളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ടും കമ്മ്യൂണിറ്റി ടാബിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുക. നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തൊക്കെ ടിപ്സ് ആണോ ഫോളോ ചെയ്തത്, അതിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഹോം റെമഡീസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സ് ഒന്നും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം ഈ പറയുന്ന മാറ്റങ്ങളും കൂടി നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരികയാണെങ്കിൽ വേഗത്തിൽ കൺസീവ് ആകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവിടെ മുഖക്കുരുവിനെ പറ്റി സംസാരിക്കുമ്പോഴേക്കും ഈ മുഖക്കുരു അല്ല, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും നിങ്ങൾക്കില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിലെ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നതും കൂടി നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യണം. കാരണം പോകുന്ന രക്തത്തിന്റെ അളവ് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണെങ്കിൽ അപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവരുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇനി നമുക്ക് സ്ഥിരമായി സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മുഖക്കുരു എന്ന് പറയുന്നത്. നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ടും സ്കിന്നിൽ ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടും ഒക്കെയാണ് പല സിറ്റുവേഷനിലും നമുക്ക് മുഖക്കുരു ഉണ്ടാകുന്നത്. ഇനി പ്രഗ്നൻസി കൊണ്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് പ്രഗ്നൻസിയിൽ മുഖക്കുരു ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ഈ പറഞ്ഞ പോലെ ഹോർമോൺ ചേഞ്ചസ് തന്നെയാണ്. പ്രൊജസ്ട്രോണും ഈസ്ട്രോജന്റെയും വ്യത്യാസം മൂലം ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് സ്കിന്നിൽ ഉണ്ടാകുന്നത് നമ്മളിൽ പിമ്പിൾസ് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ റീസൺ ആണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരുപാട് വീക്കായി പോകുന്നുണ്ട്. ശരീരം ഒരുപാട് വീക്കാകുന്നതിന്റെ ഭാഗമായിട്ട് വൈറൽ ഇൻഫെക്ഷൻസും മറ്റുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഒക്കെ ബോഡിയിലോട്ട് എത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് തുമ്മലും അതുപോലെ ജലദോഷവും ഒക്കെ റെക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആവുന്നതിന്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ സ്കിന്നിൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസും കൂടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ പിമ്പിൾസ് മുഖത്തുണ്ടാവാം കേട്ടോ. ചിലപ്പോൾ ഒരുപാട് പിമ്പിൾസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസും ഉണ്ടാകാം. അടുത്തതെന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. കോർട്ടിസോൾ കൂടുന്നതിനനുസരിച്ചിട്ട് മുഖക്കുരുവും പിമ്പിൾസും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മാറ്റം ഉണ്ടാകാനായിട്ടുള്ള കാരണം. ഇനി ഇത് എപ്പോ മുതലാണ് സ്റ്റാർട്ട് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രഗ്നൻസിയുടെ പിമ്പിൾസ് സ്റ്റാർട്ട് ആവാനായിട്ട് ഇന്ന ടൈമിൽ തന്നെ സ്റ്റാർട്ട് ആവണം, ഇന്ന ടൈമിൽ എൻഡ് ആവണം, അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി സിംറ്റംസിനും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ തന്നെ നമുക്കിത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ എൻഡ് വരെയൊക്കെ നമുക്ക് ഉണ്ടാകും. കാരണം പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു ഹോർമോൺ ചേഞ്ചുമായിട്ട് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ വരെയൊക്കെ ആയിരിക്കും ഈ മുഖക്കുരു നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്നത് കേട്ടോ. ഇനി ഇത് പ്രഗ്നൻസിയുടേതാണെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് ഏറ്റവും ലാസ്റ്റ് വെച്ച് നോക്കാം കേട്ടോ. ഇനി എന്താണ് പീരിയഡ്സിൽ ഉണ്ടാവുന്ന പിമ്പിൾസിന്റെ റീസൺ എന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല എങ്കിൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ ഹോർമോണിനും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നു. അതിന്റെ ലെവല് നല്ലോണം ഡ്രോപ്പ് ആയിട്ട് വേണം നമുക്ക് പീരിയഡ്സ് വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആ ഒരു ഹോർമോൺ ഷിഫ്റ്റ് ബോഡിയിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ പീരിയഡ്സ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഡേറ്റ് ആവുന്നതിന് 1-2 ദിവസം മുൻപ് നമുക്ക് ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് 3-4 ദിവസത്തിനകത്ത് തന്നെ ചിലപ്പോൾ പീരിയഡ്സ് വരുന്ന സിറ്റുവേഷൻസും ഉണ്ട് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഇൻഫ്ലമേഷൻ ആണ്. അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, ആൻഡ്രോജന്റെ ലെവലിൽ വ്യത്യാസം വരുന്നത്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ള റീസൺസ് കേട്ടോ. ഇനി എങ്ങനെയാണിത് പീരിയഡ്സിന്റെ പിമ്പിൾസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നോർമലി പിമ്പിൾസ് വരുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിൾസ് ആയിരിക്കില്ല. ചിലത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ പറയാം ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു വേദനയായിരിക്കും. അതുപോലെ പസ്സല് പോലെയൊക്കെ നമുക്ക് അതിനകത്ത് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വരുന്ന സ്ഥലം ഏതാണെന്ന് ഫീൽ ചെയ്യാനായിട്ട് വരും. നമ്മൾ കാണുന്നതിന് മുൻപ് തന്നെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഇൻഫ്ലമേഷൻ പോലെ അല്ലെങ്കിൽ ഒരു വേദന പോലെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം പിമ്പിൾസ് ഉണ്ട്. അവിടെ തടവി നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു മുളച്ചെന്ന് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നോർമലി ഉണ്ടാകുന്ന പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിൾസ്. പക്ഷേ മറ്റേത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പീരിയഡ്സിന്റെ പിമ്പിൾസ് കുറച്ച് പെയിൻഫുൾ ആണെങ്കിലും പക്ഷെ പ്രഗ്നൻസിയുടെ പിമ്പിൾസ് അങ്ങനെ പെയിൻഫുൾ അല്ലാത്ത തരത്തിലുള്ളതാണെന്നാണ് പലരും ഇങ്ങനെ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതുന്നതിൽ കൂടെ പരാമർശിച്ചിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കില്ല. ചില ആളുകൾക്ക് ഈ ഒരു പിമ്പിൾസിന്റെ ആ ഒരു വരുന്നതിന്റെ ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കും, ചിലപ്പോൾ പെയിൻഫുൾ അല്ലാതെയും ഇരിക്കുക കേട്ടോ. ഇനി ഈ ഒരു ലൊക്കേഷൻസ് ഉണ്ട് ഇത് വരുന്നതിന്റെ,
അത് നമ്മൾ ആ ഒരു 6 രീതിക്കാണ് നമുക്കിത് പ്രഗ്നൻസി ആണോ പീരിയഡ്സ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. നോർമലി പ്രഗ്നൻസി ടൈമിൽ നമുക്കുണ്ടാകുന്ന പിമ്പിൾസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ബാക്കിന്റെ പോർഷനിൽ, നമ്മുടെ ആ ഒരു ബാക്കിന്റെ ഒരു നേരെ നമ്മുടെ നടുവിന്റെ തൊട്ട് താഴെയുള്ള ആ ഒരു പോർഷനിലൊക്കെ ബാക്കിൽ നന്നായിട്ട് പിമ്പിൾസ് പോലെ, ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് പോലെയൊക്കെ നമുക്ക് ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്താണ്. ബ്രസ്റ്റിന്റെ അങ്ങോട്ടേക്ക് ഉണ്ടാവില്ല, നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത്, രണ്ട് ബ്രസ്റ്റിന്റെ ഇടയിലുള്ള പോർഷനിൽ ചിലപ്പോൾ പിമ്പിൾസ് കുഞ്ഞു കുഞ്ഞുതായിട്ട് വരാനായിട്ട്, ചിലപ്പോൾ വീർത്തിരിക്കുന്ന ഒരെണ്ണമായിട്ട് വരാനായിട്ടും ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ അബ്ഡോമൻ ഭാഗത്താണ്. നമ്മുടെ നേരെ അടിവയറിന്റെ ഭാഗത്ത് ഇതുപോലെ പിമ്പിൾസ് രൂപപ്പെടാം. അതുപോലെ നമ്മുടെ പെൽവിസിന്റെ ഭാഗത്ത്, നമ്മുടെ പിന്നെ ചിന്നിന്റെ ഭാഗത്ത്, നെക്കിന്റെ ഭാഗത്ത്, ഈ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പിമ്പിൾസ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു 6 ഭാഗത്ത് നിങ്ങൾക്ക് പിമ്പിൾസ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ബാക്ക്, ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിക്, അതുപോലെ ചിന്ന്, നെക്ക്, ഈ ഭാഗത്തൊക്കെയാണ് പ്രഗ്നൻസി പിമ്പിൾസ് കൂടുതലായിട്ട് കാണുന്നത്. ഇനി നമ്മുടെ പീരിയഡ്സിന്റെ പിമ്പിൾസ് ആണെങ്കിൽ അത് വരുന്ന ലൊക്കേഷൻസ് വേറെയാണ് കേട്ടോ. അതായത് നമ്മുടെ ചിന്ന്, നമ്മുടെ കവിൾത്തടത്തിൽ ഇത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ജോലൈന്റെ ഭാഗത്ത്, നമ്മുടെ താടിയുടെ ഭാഗത്തൊക്കെ ഇത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ചീക്സിന്റെ ഭാഗത്ത് ഇത് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ നോസിന് അറൗണ്ട് ആയിട്ടും ഈ ഒരു പീരിയഡ്സിന്റെ പിമ്പിൾസ് രൂപപ്പെടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇതുപോലുള്ള പിമ്പിൾസ് ഉണ്ടാവുന്ന സമയത്ത് പലരും ചെയ്തു വെക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതായത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ക്രീംസ് ഒക്കെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്ന ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പിമ്പിൾസിന്റെ സിറ്റുവേഷൻ ഭയങ്കര വേഴ്സ് ആയിട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് കൂടുതലായിട്ട് പിമ്പിൾസ് വരുന്നുണ്ട്, നിങ്ങളുടെ കവിളിന്റെ ഭാഗത്താണെങ്കിലും ഏത് പോർഷൻ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് പോർഷനിലാണെങ്കിലും പിമ്പിൾസ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ ഒന്ന് കാണാനായിട്ട് നോക്കുക. അവിടെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ പിമ്പിൾസിന്റെ കറക്റ്റ് റീസൺ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പിമ്പിൾസിനെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം നിങ്ങളുടെ സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയി പോകും. ആ ഒരു ഹോർമോൺ നോർമലായി കഴിയുമ്പോഴേക്കും പിന്നെ ഇതുപോലെ പിമ്പിൾസ് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ പിമ്പിൾസ് വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് പൊട്ടിക്കാൻ പാടില്ല. ചില ആളുകൾക്ക് പിമ്പിൾസിനെ പൊട്ടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് മുഖത്ത് കറുത്ത പാടുകളായിട്ട് ഇത് രൂപപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ്പെക്ടഡ് ഡേറ്റിനേക്കാൾ 2 ദിവസമൊക്കെ മുൻപ് പിമ്പിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പീരിയഡ്സിന്റെ ആണോ എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് പിന്നീട് അങ്ങോട്ടേക്കുള്ള ഒരു 3-4 ദിവസമൊക്കെ ഈ പീരിയഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു 5 ഡേയ്സ് ആയിട്ടും പീരിയഡ്സ് വരുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ഒരു പ്രഗ്നൻസിയുടെ ഒക്കെ തന്നെ ആയിരിക്കും ഇതൊന്ന് മനസ്സിലാക്കാനായിട്ടും സാധിക്കും കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിലും ഈ ഒരു ചേഞ്ചസും ബോഡിയിൽ പലർക്കും വിസിബിൾ ആകുന്നതാണ്. ആ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക. ഇനി ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്ടഡ് ഡേറ്റിൽ പീരിയഡ്സ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രയാണെന്നുള്ള കാര്യവും കൂടി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മളിൽ ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഓരോ വീഡിയോസിലും ഈ ഒരു കാര്യം സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായതോ നമ്മുടെ അമ്മയ്ക്ക് ഉണ്ടായതോ നമ്മുടെ സ്വന്തം സിസ്റ്റർക്ക് ഉണ്ടായതായിട്ടുള്ള ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലർക്കും ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ മുഖക്കുരു വിയേർഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. ചിലർക്ക് വിവിഡ് ഡ്രീംസ് ഉണ്ടാകും, ചിലർക്ക് വജൈനൽ ഗ്യാസ് ഉണ്ടാകും, ചിലർക്ക് അതുപോലെ നമ്മുടെ വേർപ്പിന്റെ ആ ഒരു ഗന്ധത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇതൊക്കെ പലർക്കും ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശരീരം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.